നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി മീൻകറിയാണ്. കേരള മീൻകറികളിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ട് കൂടുതൽ രുചികരമായി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെട്ടിനാട് സ്റ്റൈൽ മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒരു പെർഫെക്റ്റ് ഒതന്റിക് ചെട്ടിനാട് റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. പോകാം റെസിപ്പിയിലോട്ട്. മീൻകറി തയ്യാറാക്കാനായിട്ട് ഞാൻ ദശകട്ടിയുള്ള 3/4 കിലോ മീനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. മീനൊന്ന് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും അല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 20 മിനിറ്റ് മസാല പുരട്ടി മാറ്റി വയ്ക്കാം. ഇനി മീൻകറിയിലെ ഗ്രേവിക്ക് ആവശ്യമായ ഒരു മസാല വഴറ്റിയെടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളകും കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് കളറിനായിട്ട് ഒരു 5 കാശ്മീരി മുളകും കൂടി ചേർത്തിട്ട് ചെറുതീയിലൊന്ന് വഴറ്റിയെടുക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. 5 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്, ഒരു 1/4 കപ്പ് നാളികേരം ചെറുകിയതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. സവോളയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ചെറുതീയില് പൊടികളുടെ പച്ചമണക്കം ഒന്ന് മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചച്ചൊവ്വയ്ക്ക് ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൽ 2 നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇട്ട് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം മസാല നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് തക്കാളിയും മസാലകളെല്ലാം നല്ലപോലെ ഫൈനായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. മസാല ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറിയതിനു ശേഷം അരച്ചെടുക്കാം. ഇനി മീൻകറി ഉണ്ടാക്കാനായിട്ട് മൺചട്ടി ഇവിടെ ചൂടായി വന്നപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഉലുവയൊക്കെ പൊട്ടി വരുന്ന സമയത്ത് ഒരു 10-12 ചെറിയുള്ളി, ഒരു 6 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണങ്ങളും, ഒരു എരിവിനായിട്ട് 3 പച്ചമുളകും കൂടി ചേർത്തിട്ട് ചെറുതീയിലൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി ഒന്ന് വഴണ്ടു വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പും മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഗ്രേവിയുടെ കൺസിസ്റ്റൻസിലോട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കറിക്കുള്ള ഗ്രേവി അല്പം കൂടി ഒന്ന് ലൂസാക്കി എടുക്കാനായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ കറിക്ക് എത്ര ഗ്രേവി ആവശ്യമാണോ അതനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മീൻ കറിക്ക് പുളിക്ക് ആവശ്യമുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 3/4 കപ്പ് പുളിവെള്ളമാണ്, പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പുളിവെള്ളം ചേർത്തതിന് ശേഷം നല്ലപോലെ കറി ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഫ്ലെയിം ലോ ടു മീഡിയത്തിന് ഇടയിലോട്ട് മാറ്റിയിട്ട് കറി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. മീൻ കറി ഇവിടെ നന്നായി ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അവസാനം ഇതിലോട്ട് നല്ല ഫ്രഷ് കറിവേപ്പില കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കൊടുക്കാനായിട്ട് ഈ സമയം കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കറി അടച്ചു വെച്ച് കൊടുക്കാം. മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുറുകിയ ചാറോട് കൂടിയ കിടിലൻ ചെട്ടിനാട് മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് എല്ലാത്തിൻ്റെ ഒപ്പം കിടിലൻ കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാനാണെങ്കിൽ പൊറോട്ട, പുട്ട്, അപ്പം, ചപ്പാത്തി ഇവയ്ക്കെല്ലാം കിടിലൻ കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ് കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള നാടൻ റെസിപ്പികളായിട്ട് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും താങ്ക് യു.